എടാ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാതെ നിനക്ക് കടയിലോട്ട് പോകാൻ പാടില്ലേ? അയ്യോ, പറഞ്ഞതുപോലെ അത് മറന്നുപോയല്ലോ. നീ എവിടേക്കാടാ പോകുന്നേ? മൊബൈൽ ഷോപ്പിലേക്ക് അച്ഛാ. എന്ത് പറ്റി? ഫോണ് കുത്തി കുത്തി കേടായോ? എന്റെ അല്ല, അവരുടെയാ. അവരുടെ? എടാ, നിന്റെ ഈ പോക്കൊന്നും ശരിയായിട്ട് എനിക്ക് അത്ര തോന്നുന്നില്ല. ശ്മശാനത്തിലേക്ക് നോക്കി അവരുടെയാന്ന് പറയാൻ നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അച്ഛൻ ഇന്നലെ അടിച്ചതിന്റെ കെട്ട് ഇതുവരെ മാറിയിട്ടില്ല. അമ്മേ, അച്ഛനോട് ഉള്ളു പോയി കിടക്കാൻ പറ. കുടിച്ചൊരു ബോധം ഇല്ലണ്ടായി. എടാ പീറ ചെറുക്ക, നിന്റെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ലടാ. എന്താളിയാ ഇത്? എല്ലാരോടും ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞ് കാശ് അടിച്ചിരിക്കുക. എന്തിനാ നീ പരിപാടിയൊക്കെ? എല്ലാം കളഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വാ. ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ നിന്നെ ഹീറോ ആക്കാന്ന്. ഓ, അതൊന്നും വേണ്ട അളിയാ. ഇമാതിരി ഉടായ്പൊക്കെ കാണിച്ചതുകൊണ്ടല്ലേ എന്റെ ചേച്ചി അളിയനെ വിട്ടേച്ച് പോയത്. ഞാനിവിടെ ഇരിക്കുന്ന അളിയനെ ഒറ്റക്കാക്കിട്ട് പോയല്ലെന്ന് വെച്ചിട്ടാ. അതും കൂടി അളിയനെ ഇല്ലാണ്ടാക്കണ്ട. നിന്റെ ചേച്ചിയുടെ കാര്യമൊക്കെ ഒന്ന് ഒതുക്കി വെക്ക്. അതാദ്യം ചെയ്യേ. നിനക്ക് ടാലന്റ് ഇല്ലെന്ന് സമ്മതിച്ചോ? നമസ്കാരം സർ. ഇയാളെന്താ ഇവിടെ? എന്താ വേണ്ട? പത്രത്തിൽ പരസ്യം കണ്ടിട്ട് വന്നതാ. ഓ കേറി വാ. അല്ല, ഇവിടെ വന്നതിന്റെ ഉദ്ദേശമാ ചോദിച്ചു. അനിയ, ഇന്നത്തെ പത്രത്തിൽ ജോലിക്ക് ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ടായിരുന്നു. എന്റെ ചേട്ടന്റെ മകൻ ഒരു ജോലി വേണമായിരുന്നു. ഇതെന്തിനാ വന്നേക്കുന്നേ? ഹലോ, എന്ത്? നിന്റെ മോൻ MBBS പാസ്സായിന്നാ? ഓക്കെ, കലക്ടർ ആവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഒരു 50,000 രൂപ ഉടനെ അയച്ചേക്കിട്ടാ. ഇവനെന്താ ഈ പേപ്പർ തല തിരിച്ചു പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പേപ്പറിന്റെ അപ്പുറത്ത് ആരായിരിക്കുന്നത്? ആരായത്? അയ്യോ, ഇത് ഫിലിം ഡയറക്ടർ ശ്യാം ഗോപാൽ വർമ്മ സാറല്ലേ? ഇത്രയും കാലം എവിടെ ആയിരുന്നു? ഇതെന്താ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്? ഡയറക്ടർ സാറെ, 2 തട്ട് ഞാൻ മസാജ് ചെയ്യട്ടെ. താൻ ചെയ്തതൊക്കെ മതി. എന്തിനാ ഇവിടേക്ക് കെട്ടിയെടുത്താ? എന്റെ ചേട്ടന്റെ മകൻ ഒരു ജോലി വേണമായിരുന്നു. ജോലി വേക്കൻസി ഉണ്ടെന്ന് പത്രത്തിൽ പരസ്യം കണ്ടു. ഡയറക്ടറെ, ഇയാളെന്താ ഡയറക്ടറെ? MBBS പഠിച്ച ആൾക്ക് കളക്ടർ ജോലി വാങ്ങി തരാന്ന് പറയുന്നേ. കളക്ടർ ആണെങ്കിൽ IAS ഒക്കെ എഴുതിയെടുക്കണ്ട ഡയറക്ടർ സാറേ? അതെ, MBBS പഠിച്ചവരൊക്കെ CM ആകുന്നില്ലേ? അതിലും ചെറിയ ജോബ് അല്ലേ കളക്ടർ? അറിഞ്ഞൂടെ നിനക്ക്? എന്റെ അളിയന്റെ സ്റ്റാൻഡേർഡ് അറിയില്ല നിനക്ക്? ഓ, അങ്ങനെയാണല്ലേ ഡയറക്ടർ സാർ? അതെ. ഡയറക്ടർ സാറേ, എന്താ? വലിയ ജോലിയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് അവനെ ഒരു ഹീറോയാക്കി മാത്രം വിട്ടാ മതി. ഡയറക്ടർ സാറിന് വലിയൊരു മിലിറ്ററി ബോട്ടിൽ ഫുൾ വാങ്ങിത്തരാം. അപ്പച്ചോ, വലിയ പോസ്റ്റ് കിട്ടണമെങ്കിൽ 25 ലക്ഷം വേണം. അപ്പച്ചനെ പോലുള്ള ആൾക്കാർക്ക് ഓഫറില് പുതിയൊരു സ്കീമുണ്ട്. ഉണ്ടോ? 1 ലക്ഷം എടുത്തോണ്ട് വന്ന ഒരു ജോലി മേടിച്ചു. മോനെ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോട്ടെ, നിങ്ങളുടെ ചേട്ടന്റെ മോൻ എന്താ പഠിച്ചിരിക്കുന്നത്? അയ്യോ ഡയറക്ടർ സാറേ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് അവനാ. എന്ന് വെച്ചാ എത്ര വരെ പഠിച്ചതാ? 9ാം ക്ലാസ് പാസ്സായി. ചുമ്മാ എന്തിനാ നോക്കിയിരിക്കുന്നെന്ന് വിചാരിച്ച് കുഴിവെട്ട് ജോലിയാ ചെയ്യുന്നത്. അപ്പച്ച നടക്കും, ഞാൻ പറയാം. അളിയാ, ഈ മണ്ടന്റെ 1 ലക്ഷം എങ്ങനെയെങ്കിലും മേടിച്ചോണ്ട് വരാം. നടക്ക. എന്തായാലും നിങ്ങളുടെ കാര്യം കൊണ്ട് ജോലി കിട്ടി, അത് മതി. ഒരു കാര്യം ചെയ്യും, ആ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നോ അത്രയും പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെന്താന്ന് വെച്ചാ എന്റെ അളിയന്റെ അടുത്ത ഫ്രണ്ടും അല്ലേ, ഞങ്ങള് നല്ല ക്ലോസ് ഫ്രണ്ട്സാ. അതുകൊണ്ടാ പറഞ്ഞത് 1 ലക്ഷം മതിന്ന്. മോനെ, 1 ലക്ഷം രൂപയുടെ കൊടുത്ത് 2000 രൂപയുടെ കൂട്ടിത്തരാം. പക്ഷെ അവനിപ്പോ നാട്ടിലൊരു ചെറിയ ബാർ ഹൗസിലാണ് ഉള്ളത്. എന്നാൽ അങ്ങോട്ട് പോകണമെങ്കിൽ കയ്യിൽ ചില്ലി കാശുമില്ല. നീ വേഗം പോയി 2000 രൂപ എടുത്തോണ്ടെന്നാ ഞാൻ വേഗം പോയിട്ട് വേഗം തിരിച്ചു വരും. എന്നാ വേഗം പോയിട്ട് കാശ് എടുത്തോണ്ട് വരാവോ? ആണോ? ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അളിയന്റെ പൈസ മേടിച്ചോണ്ട് വരാം. ചെല്ലു, വേഗം ചെല്ല്. വേഗം 2000 രൂപ എടുക്ക്. എന്തിനാ? അയ്യോ എടുക്കളിയാ, ഞാൻ പറയാം. എന്തിനാന്ന് പറയടാ. അളിയൻ തരുന്ന 2000-ന് 1 ലക്ഷം ആക്കി ഞാൻ കാണിക്കാം. അപ്പച്ചാ, ഇതാ 2000 രൂപ. പോയിട്ട് മറക്കാതെ 1 ലക്ഷത്തി 2000 രൂപ എടുത്തോണ്ട് വരണം. മോനെ, ഇന്ന് തീയതി ഓർത്ത് വെച്ചു, ഫെബ്രുവരി 28. 2 ദിവസത്തിനകം ഫെബ്രുവരി 30 ആകും. അപ്പൊ ഞാൻ വരാം. നിങ്ങളോട് മേടിച്ച പണം എവിടെയാ കയ്യൊന്ന് കാണിച്ചേ? ഈ ഉള്ളം കൈക്കകത്ത് ഞാൻ വെച്ച്. അപ്പോട്ടും പോയിട്ട് വരട്ടെ. നൈസ് മീറ്റിംഗ് യു. വേഗം പോയിട്ട്. അത് വരെയും കൈ നീട്ടി പിടിച്ചു വെച്ചോണ്ടിരുന്നു. അളിയാ, പൊന്നളിയാ, ആ മണ്ടൻ അപ്പച്ചറ ഞാൻ പറ്റിച്ചളിയാ. അതുപോട്ടെ, 2000 രൂപ എത്താ ഇതേ? ആ മണ്ടന്റെ കൊടുത്തയച്ചു. ഫെബ്രുവരി 31-ാം തീയതി ആ 1 ലക്ഷത്തിന്റെ കൂടെ 2000 രൂപയും കൂടി ചേർത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളുടെ താമസം ബാർ ഹൗസിലാ. ഫെബ്രുവരിയിൽ 30 ഇതുപോലെ തനിക്ക് അറിഞ്ഞൂടെ? തനിക്ക് വിവരമില്ല? ബാർ ഹൗസ് എന്ന് വെച്ചാ താന് വൈറ്റ് ഹൗസ് ആന്ന് വിചാരിച്ചല്ലേ? ബാർ ഹൗസ് എന്ന് വെച്ചാ ഇത്